കേരളത്തിനെതിരായ കള്ളപ്രചാരണം പൊളിഞ്ഞതോടെ തത്സമയം മലക്കം മറിഞ്ഞ് ബി.ജെ.പി. ശുചിത്വ മേഖലയിൽ ഉൾപ്പെടെ കേരളം പിന്നിലേക്ക് പോയെന്നും രാജ്യത്തെ 100 നഗരങ്ങളിൽ ഒന്നുപോലും കേരളത്തിൽ നിന്നുമില്ലെന്നുമായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശിന്റെ വാദം. എന്നാൽ ദേശീയ ശുചിത്വ റാങ്കിംഗ് പ്രകാരം 8 നഗരങ്ങൾ കേരളത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയതോടെയായിരുന്നു എം.ടി. രമേശിന്റെ മലക്കം മറിച്ചിൽ. സർവ്വമേഖലകളിലും കേരളം വലിയ മുന്നേറ്റം നടത്തുമ്പോഴും കേരളത്തിന്റെ നേട്ടങ്ങളെ തമസ്കരിക്കാനും ഇകഴ്ത്തിക്കാണിക്കാനുമാണ് എപ്പോഴും ബി.ജെ.പി. ശ്രമിക്കാറുള്ളത്. ഇതിന്റെ തുടർച്ചയായി തന്നെയായിരുന്നു എം.ടി. രമേശിന്റെയും വാദങ്ങൾ. എല്ലാ മേഖലയിലും കേരളം ഏറെ പിന്നിലേക്ക് പോയെന്ന് പറയുന്നതിനൊപ്പം ശുചിത്വ മേഖലയിലെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ താറടിക്കാനായിരുന്നു ശ്രമം. കേരളത്തിൽ ഇത്രയും ശുചിത്വമുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വലിയ തോതിൽ പണം ചെലവിടുന്നു എന്ന് പറയുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മുമ്പോട്ട് പോകാൻ കേരളത്തിന് സാധിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറയേണ്ടതാണ്. ഇപ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പരിശോധിക്കുമ്പോൾ 100 നഗരങ്ങൾ എടുക്കുമ്പോൾ കേരളം അവിടെയൊന്നുമില്ല. എന്നാൽ വസ്തുത ചൂണ്ടിക്കാട്ടിയതോടെ തത്സമയം മലക്കം മറിച്ചിൽ. കേരളം എല്ലാത്തിനും പുറകിലാണെന്ന് ബി.ജെ.പി. നേതാക്കൾ പറയുമ്പോഴും ഇന്നലെ വന്ന ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ ചരിത്രത്തിലാദ്യമായി രാജ്യത്തെ ആദ്യത്തെ 100 നഗരങ്ങളിൽ 8 നഗരങ്ങൾ കേരളത്തിലേതാണെന്നുള്ളതാണ് കണക്ക് വന്നിട്ടുള്ളത്. അത് കാണാനാണ് എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു. നമ്മളിപ്പോൾ പറയുമ്പോൾ കേരളം ഒന്നാമതെത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ആദ്യത്തെ 100 5-6 നഗരങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്, നല്ല കാര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയ ശുചിത്വ റാങ്കിംഗ് പ്രകാരം രാജ്യത്തെ 100 നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ 8 നഗരങ്ങൾ ഇടം നേടിയത്. സംസ്ഥാനത്തെ ആകെ 93 നഗരസഭകളിൽ 82ഉം 1000 റാങ്കിങ്ങിലും ഉൾപ്പെട്ടു. വസ്തുത ഇതായിരിക്കെയാണ് ബി.ജെ.പിയുടെ ദുഷ്പ്രചരണങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.